നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെയാണ് കവടിയാർ കൊട്ടാരത്തിലെ അമൂല്യമായ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവം പുറം ലോകത്ത് എത്തിയത്. പോലീസും രാജകുടുംബവും തമ്മിലുണ്ടായിരുന്ന അനിശ്ചിതത്വത്തിന് വിരാമമായതോടെയാണ് ഈ നടുക്കുന്ന വാർത്ത അറിഞ്ഞിരിക്കുന്നത്. പരാതി നൽകാതെ രഹസ്യമായ അന്വേഷണം വേണമെന്ന കൊട്ടാരത്തിൻ്റെ ആവശ്യം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് നിരാകരിച്ചതോടെയാണ് 5 മാസത്തിന് ശേഷം മോഷണത്തിൽ ഔദ്യോഗികമായി കേസെടുക്കാൻ രാജകുടുംബം തയ്യാറായത്. സംഭവത്തിൽ പേരൂർക്കട പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ നവംബറിലാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയുടെ കിടപ്പുമുറിയിലെ സുരക്ഷിതമായ അലമാരയിൽ നിന്ന് 12 ഇനം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടത്. ഏകദേശം 2 കോടിയോളം രൂപയുടെ വിലയുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വിഷയം പുറലോകം അറിയാതിരിക്കാൻ അതീവ ജാഗ്രതയായിരുന്നു കൊട്ടാരം പുലർത്തിയത്. കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ മാസങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെയാണ് 2 മാസം മുമ്പ് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൊട്ടാരം അധികൃതർ വിവരം അറിയിച്ചത്. എന്നാൽ നാണക്കേട് ഭയന്ന് പരാതി നൽകാൻ അപ്പോഴും തയ്യാറായില്ല. പരാതിയില്ലാതെ അന്വേഷണം നടത്തണമെന്ന കൊട്ടാരത്തിൻ്റെ ആവശ്യത്തിന് മുന്നിൽ സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് വഴങ്ങിയില്ല. മോഷണം നടന്നത് എവിടെയായാലും കൃത്യമായ പരാതിയും FIRഉം ഇല്ലാതെ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന കമ്മീഷണറുടെ കർശന നിലപാടാണ് രാജകുടുംബത്തെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത്. അതീവ സുരക്ഷിതമായ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ളവ മാത്രമാണ് മോഷ്ടാവ് തിരഞ്ഞെടുത്തത് എന്നത് പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വജ്രാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ അലമാരയിൽ ബാക്കിയുണ്ട്. കൊട്ടാരത്തിലെ ആഭരണങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവരാകാം മോഷണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. നിലവിൽ കൊട്ടാരത്തിലെ 15 ജീവനക്കാരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. നവംബറിൽ ബംഗളൂരിലേക്ക് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ആഭരണങ്ങൾ അലമാരയിൽ ഉണ്ടായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ മൊഴി. കേസ് രജിസ്റ്റർ ചെയ്തതോടെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും കൊട്ടാരത്തിലെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. കൊട്ടാരത്തിലെ സന്ദർശകരുടെയും ജീവനക്കാരുടെയും വിശദമായ മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. മോഷണം നടന്ന മുറിയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളവരുടെ പട്ടിക പോലീസ് തയ്യാറാക്കും. പരാതി നൽകിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തയ്യാറായിട്ടില്ല. ആഭരണങ്ങൾ മോഷണം പോയെന്ന് സ്ഥിരീകരിച്ചെങ്കിലും പരസ്യ പ്രതികരണത്തിനില്ലെന്നാണ് ഗൗരി ലക്ഷ്മി ഭായ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന സംഭവത്തിൽ ഇന്നലെയാണ് കവടിയാർ കൊട്ടാരം പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ കൊട്ടാരത്തിനുള്ളിൽ തന്നെ അന്വേഷണം നടന്നിരുന്നു. പിന്നിൽ ആരെന്ന് സംബന്ധിച്ച് കുടുംബത്തിന് ചിലരെ സംശയമുണ്ടെന്നാണ് സൂചന. പിന്നാലെയാണ് നിയമസഹായം തേടിയത്. കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെയും സന്ദർശകരുടെയും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും. കൊട്ടാരത്തിലാകെ 15 ജീവനക്കാരാണുള്ളത്. പാരമ്പര്യമായി കൈമാറി വന്നതും അത്യപൂർവവുമായ 12 ഇനം ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടവയിൽ ഉൾപ്പെടുന്നത്. കഴിഞ്ഞ നവംബറിൽ ബംഗളൂരിലേക്ക് പോകുന്നതിന് മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണങ്ങളില്ലെന്ന് മനസ്സിലായത്. അതിന് 10 ദിവസം മുമ്പ് വരെ ആഭരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് കുടുംബം പരാതിയിൽ പറയുന്നത്. കൊട്ടാരത്തിലുള്ളവർ തന്നെ ഉപയോഗിക്കാൻ എടുത്തതാവുമെന്ന് കരുതി കുടുംബാംഗങ്ങൾക്കിടയിൽ കഴിഞ്ഞ മാസങ്ങളിൽ അന്വേഷണം നടത്തി. ഇല്ലെന്ന് മനസ്സിലായതോടെയാണ് മോഷണമാണെന്ന സംശയത്തിൽ പോലീസിൽ പരാതി നൽകിയത്. അതേസമയം കാണാതായ സ്വർണം സൂക്ഷിച്ചിരുന്നത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയുടെ കിടപ്പുമുറിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പരാതിയില്ലാതെ അന്വേഷിക്കണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം. 2 മാസം മുമ്പ് ചില ഉദ്യോഗസ്ഥരോട് കുടുംബം വിവരം പറഞ്ഞിരുന്നു. പക്ഷേ കാര്യമായ അന്വേഷണം നടന്നിരുന്നില്ല. അരപ്പവന്റെ പവിഴം കോർത്ത മാല മുതൽ പത്മനാഭസ്വാമിയുടെ ചിത്രം പതിച്ച പതക്കം വരെ നീളുന്ന വലിയൊരു ശേഖരമാണ് മോഷണം പോയത്. 8 ലക്ഷം രൂപ വില വരുന്ന പച്ചക്കല്ല് പതിച്ച നാഗപടം കമ്മലും മാലയും പതക്കവും, 6 പവൻ തൂക്കം വരുന്ന റൂബി കല്ലുകളും ഡയമണ്ടുകളും പതിച്ച വളകൾ, പിച്ചിപ്പൂമുട്ട് ഡിസൈനിലുള്ള സ്വർണ്ണപാദസരം, സ്വർണ്ണ കുഴിമിന്നുമാല, 5 കുതിരപ്പവൻ നാണയങ്ങൾ എന്നിവയും നഷ്ടപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. കൂടാതെ സ്വർണത്തിൽ തീർത്ത വലിയ 2 കമ്മലുകളും തൂക്കുകളും വിവിധ തരം സ്വർണ്ണമാലകൾ എന്നിവയും മോഷ്ടിക്കപ്പെട്ടു.
ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 173 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 305 പ്രകാരം മോഷണ കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. പേരൂർക്കട സബ് ഇൻസ്പെക്ടർ ജഗ്മോഹൻ ദത്തനാറാണ് കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും ഇത്രയും മാസങ്ങളോളം കുടുംബം അത് അതീവ രഹസ്യമായി തന്നെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഈ ഒരു വിവരം പുറംലോകം അറിയാതിരിക്കാൻ അത് കൊട്ടാരത്തിനും നാണക്കേടാകുമെന്ന് കരുതിയായിരിക്കാം ഈ ഒരു വാർത്ത പ്രാധാന്യം ഇതിന് നൽകാതെ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്നത്. പക്ഷേ FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടത്താൻ സാധിക്കില്ലെന്നുള്ള നിയമവശങ്ങൾ പോലീസും പറഞ്ഞ് മനസ്സിലാക്കിയതോടുകൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ രാജകുടുംബം പരാതി നൽകിയത്. ഇന്ന് മുതൽ കേസ് അന്വേഷണം നടക്കുകയാണ്. ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്രയും മാസങ്ങൾ പിന്നിട്ടതുകൊണ്ട് തന്നെ എവിടേക്കാണ് ഈ സ്വർണം പോയിരിക്കുന്നത്? ഇതിനിടയിൽ തന്നെ മോഷ്ടിച്ചവർക്ക് ഈ സ്വർണം മറ്റെവിടേക്കെങ്കിലും മാറ്റാനുള്ള ഒരു സാവകാശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് സൂക്ഷ്മമായിട്ടുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത്. കൊട്ടാരത്തിനകത്തിലെ ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യൽ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതിനുശേഷം വിശദമായ പരിശോധനകൾക്കൊടുവിലായിരിക്കും ഈ സ്വർണം ആരാണ് മോഷ്ടിച്ചത് എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയും